ഹലോ, ഹലോ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. ഇതെൻ്റെ വീഡിയോയിൽ വൈകിട്ടത്തെ ഞങ്ങളുടെ റൊട്ടീനും ഞാൻ പാല് മേടിക്കാൻ പോകുന്ന ഇടം, എൻ്റെ മോടെ ചെറിയ ഡാൻസ്, ഇതൊക്കെ ഇന്ന് കാണിക്കുന്ന വീഡിയോയിൽ. ഞാനിപ്പം മക്കളെ കൊണ്ടുവിടാനായിട്ട് ട്യൂഷന് വന്നെയാണ്. അപ്പോൾ പാല് മേടിക്കാമെന്നൂടെ കരുതി പാല് മേടിക്കാനായിട്ട് പോവുക. ഇത് പാല് മേടിക്കാൻ പോകുമ്പോൾ ഉള്ള റോഡാണ്. സ്കൂട്ടറിലാണ് ഞാൻ വന്നത്, പക്ഷെ നടന്നു പോകാമെന്ന് കരുതി പാല് മേടിക്കാനേ. എന്താ കൂവളക്കായി എന്താ എന്തോ ചോദിക്കുവാ ആളെന്നോട് കേട്ടോ. ഒരുവിധം എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിലായിട്ട് കൂവളത്തിൻ്റെ മരമുണ്ട്. എല്ലാ വീടിൻ്റെയും ഉണ്ട്. രാജസ്ഥാൻ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും കരുതും കരിഞ്ഞുണങ്ങി ഏതോ നാടാണ്. പക്ഷെ അങ്ങനൊന്നും അല്ല. അതാണ്ട് നോക്കിയേ, മരങ്ങളൊക്കെ എന്തോ നല്ല പച്ചയാ. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇല്ലയോ. ഇവിടെ മരുഭൂമി എന്ന് പറയുന്നത് ഇവിടുന്ന് കുറച്ച് 250, ഞാൻ നിൽക്കുന്നിടത്തുനിന്ന് 250 കിലോമീറ്ററോളം ദൂരമുണ്ട്. ജസൽമീർ എന്ന് പറയും. അവിടെയാ മരുഭൂമി ഉള്ളത്. അല്ലാതെ കരിഞ്ഞുണങ്ങിയ നാടൊന്നുമല്ല. ദാണ്ട് ഒരു രാജസ്ഥാൻ രീതി. മാക്സിമം എല്ലാ വീട്ടിലും പശു ഉണ്ട്. ഉണ്ടോ? ആ, ചാണാനൊക്കെ ദാണ്ട് റോഡിൻ്റെ സൈഡിൽ തന്നെ കൂട്ടിയിട്ടേക്കുക. ആ, എരുമയും പശുവും ഒരുപാടുണ്ട്. എല്ലാ വീട്ടിലും ഉണ്ട്. ഞാൻ പാല് മേടിക്കാൻ വരുന്ന വീട് ഇതാ. ആ റെഡ് കളറിലെ സാരിയാ. സാരിയല്ല, പാവാടയും ഇവിടുത്തെ ഒരു ടൈപ്പിലെ ഷോളും ഇട്ട ദീദി. അവരുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ പാല് മേടിക്കുന്നത്. വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഞാൻ നടന്നാണ് വന്നത്, അതുകൊണ്ട് താമസിച്ച് പോയി. എപ്പോഴേ അവർ പാല് പിഴിഞ്ഞ് കാണും. ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്ക് പാല് പിഴിയും. ചില സമയത്ത് ഒരുപാട് താമസിക്കുകയും ചെയ്യും പാല് പിഴിയാൻ. ഇതാ പശുവിനെ കെട്ടിയേക്കുന്ന നേരത്തിൽ ഫാനൊക്കെ ഇട്ടേപ്പോൾ ഉണ്ട്. ഭയങ്കര ചൂടാ. ഈ പാലായിരിക്കും നല്ല. ആ, ഞങ്ങൾ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ ദീദി ചോദിക്കുമോ എന്തോ പരിപാടിയെന്ന്. യൂട്യൂബിൽ എടുക്കാനാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ദീദിക്ക് ഭയങ്കര സന്തോഷം. കേരളത്തിൽ എല്ലാവരും കാണുന്നില്ലയോ, അപ്പോൾ എന്നെയും കൂടെ ഒന്ന് കാണിക്കാൻ പറഞ്ഞ് ദീദിയും കൂടെ കയറി നിന്ന് എൻ്റെ കൂടെ. നിറയെ പശുക്കളുണ്ട് ഇവിടെ, നിറയെ പശുക്കൾ. ഒരു ഫാമിലി മെമ്പേഴ്സ് ഇവർ നല്ലൊരു നമ്മളോട് നല്ല അറ്റാച്ചാണ്. ഇവർ 4 വർഷമായിട്ട് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് അവർക്ക് നല്ലൊരു സ്നേഹം അവർക്ക് നമ്മളെ കാണുമ്പോഴേ. ഒരുവിധം പട്ടാളക്കാരെല്ലാം ഇവിടെ നിന്നാണ് പാല് മേടിക്കുന്നത്. നല്ല പ്യുവർ പാല് കിട്ടും. ഇതൊരു ശിവമന്ദിരാണ്. ഞങ്ങൾ പാല് മേടിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയുള്ള ഒരു ചെറിയ മന്ദിരം. ആ കാണുന്ന മാത്രമല്ല മന്ദിർ, അതാണ്ട് ഇതിനകത്ത് ആ അമ്പലം. ഇതിനകത്ത് വന്ന ആൾക്കാർ തൊഴാറൊക്കെ ഉണ്ട്. പൂജയും എല്ലാം ഉണ്ട് ഇവിടെ. തൊട്ടടുത്തൊരു ആലവല്ലി. ആലല്ലയോ? ആലല്ല, വേറെ ഏതോ ഒരു സൈസ് മരമാണ്. ഇത് മന്ദിറിനകത്ത് തന്നെയുള്ളൊരു പാർക്കാണ്. പിള്ളേരും ഫാമിലിയായിട്ടും ഒക്കെ വന്ന് നമുക്കവിടെ ഇരിക്കാം. മന്ദിറും തൊട്ടടുത്ത് തന്നെ പാർക്കുമായിട്ട്. ഞങ്ങളും അവിടെ പോയി ഇരിക്കാറുണ്ട്. പിള്ളേരെ ട്യൂഷന് വിട്ടിട്ട് ഞങ്ങളും കുറച്ച് സമയം അവിടെയൊക്കെ പോയി ഇരിക്കും. അതുകൊണ്ട് ഈ വീട് കണ്ടോ, രാജസ്ഥാനിലെ ഒരുവിധം വീടുകളെല്ലാം ഈ ഷേപ്പാണ്. നല്ല പോളിഷ് ചെയ്ത പാറ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ പാല് മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് പിള്ളേർ ട്യൂഷൻ കഴിഞ്ഞ് വെളിയിൽ ദാണ്ട് റോഡിൽ കിടന്ന് ചാട്ടമായി. അണ്ട ആ റെഡ് ഡ്രസ്സ് ഇട്ടതാ അഞ്ചു ചേച്ചി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിലൊരാളാണ്. കൊട്ടാരക്കരയിലാണ് ചേച്ചിയുടെ വീട്. ചേച്ചിയാണ് ഇവരെ ട്യൂഷൻ എടുക്കുന്നത്.
ആദ്യമൊക്കെ ഇവർക്ക് വേറെ ഹിന്ദിക്കാരെടുത്ത് ട്യൂഷന് വിട്ടു കഴിഞ്ഞാൽ എനിക്ക് അവരോടൊന്നും പറയാൻ അറിഞ്ഞൂടാ. അവർ പറയുന്നത് എനിക്കും മനസ്സിലാകത്തില്ല. അപ്പോൾ ചേച്ചിയെടുത്താകുമ്പം എനിക്കെന്തും പറയാം. പിന്നെ ഞാൻ അപ്പം തന്നെ അവരെയും കൊണ്ട് ഇങ്ങ് തിരിച്ച് ക്വാർട്ടേഴ്സിലോട്ട് വന്ന്. അതുകൊണ്ട് ഇത് ഗേറ്റിൻ്റെ അടുത്ത് തന്നെയുള്ള വെള്ളം എടുക്കുന്ന സ്ഥലമാണ്. ഇപ്പം ഈ പകൽ പോലെ ഇരിക്കുന്നെങ്കിലും ഇപ്പോൾ സമയം രാത്രി 7:30 ആയിട്ടുണ്ട്. ഇവിടെ പകൽ കൂടുതലും രാത്രി കുറവുമാണ് ചൂട് സമയമാകുമ്പം. അതുകൊണ്ട് 7:30 സമയം ഇപ്പം. പക്ഷെ കണ്ടാൽ തോന്നത്തില്ല അല്ലേ, നല്ല വെട്ടം. ഞങ്ങളുടെ ക്വാർട്ടേഴ്സിനകത്ത് പൈപ്പിൽ കൂടെ വരുന്ന ഞങ്ങളാരും വെള്ളം കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആരോയ്ക്കകത്തു നിന്ന് ഫിൽറ്റർ ചെയ്ത വെള്ളം എടുത്തുകൊണ്ട് പോവുക കുക്കിങ്ങിനൊക്കെ, കുടിക്കാനായാലും പാചകത്തിനൊക്കെ ആയിട്ടായാലും. ഇങ്ങനെ എല്ലാവരുടെയും കയ്യിൽ കാണും ഓരോ നീല കളറിലെ പച്ച കളറിലെ ആയിട്ടുള്ള വെള്ളം നിറയ്ക്കാനുള്ള കുപ്പികൾ. ഇത് നല്ല പ്യുവർ വെള്ളം ഇവിടെ ഫിൽറ്റർ ചെയ്തത് വരും. അപ്പോൾ അത് നമ്മൾ പിടിച്ചുകൊണ്ട് ക്വാർട്ടറിൽ കൊണ്ടുപോകും. എൻ്റെ ക്വാർട്ടർ 2ാമത്തെ നിലയിലാണ്. ഇവിടുന്ന് പൊക്കി മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ കുഴയും. ചേട്ടനുള്ള സമയത്ത് ഇത് ചേട്ടൻ്റെ ജോലിയായിരുന്നു. ചേട്ടനില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇത് എൻ്റെ ജോലിയാണ് 1.5 വർഷം കൊണ്ട്. മോള് പൊക്കിയെടുക്കാമെന്നാണ് പറയുന്നത്. എനിക്ക് തന്നെ അത് പൊക്കാൻ വയ്യ. പിന്നെ അവൾ പൊക്കുന്നത്. ഒരു പരുവത്തിന് ഞാൻ പൊക്കിയെടുത്തുകൊണ്ട് പോയി എൻ്റെ വണ്ടിക്കകത്തുകൊണ്ട് വെച്ച്. വെള്ളം എടുത്ത് വണ്ടിയിൽ വെച്ചിട്ട് ഇവരെയും വെച്ചുകൊണ്ട് ഞാൻ ക്വാർട്ടേഴ്സിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഇത് ഞങ്ങളുടെ പാർക്കാണ്. ഞങ്ങളുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു 300 മീറ്റർ ദൂരമേ ഉള്ളൂ. അടിപൊളിയായിട്ടുള്ള ഡാൻസ് നിങ്ങൾക്ക് കാണണം, വാ കാണിച്ചു തരാം. വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങ് പാർക്കിൽ വന്ന്. ഇത് ഗുരുവായൂരിൽ നിന്ന് മേടിച്ച പട്ടുപാവാടയാണ് അവൾക്ക്. ഈ പട്ടുപാവാടയിട്ട് അവൾക്കൊരു ഡാൻസ് ചെയ്യണം, മമ്മി ഒന്ന് വീഡിയോ എടുക്കുമെന്നും പറഞ്ഞ് കുറച്ച് ദിവസം കൊണ്ടേ എന്നെ ശല്യപ്പെടുത്തുക. അപ്പോൾ ഇന്ന് അവധിയുള്ള ദിവസമായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് അവൾക്ക് ആ പട്ടുപാവാടയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങൾ പെട്ടെന്ന് പാർക്കിലോട്ട് വന്ന്. അവൾക്ക് ഈ പാട്ട് എടുത്തിട്ട് പിന്നെ തിരിച്ച് ക്വാർട്ടറിൽ ചെന്നിട്ട് നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് കളിക്കാനും വരണം. ഓ ശരിയെന്ന് ഞാനും പറഞ്ഞു. ഇന്ന് വന്നിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ അവധിയായിരുന്നു. വന്നിട്ട് സ്കൂളിൽ ഗുരുപൂർണിമയുടെ അവധിയായിരുന്നു. അപ്പം ഞങ്ങളിത് കഴിഞ്ഞിട്ട് പാർക്കിൽ കളിക്കാനായിട്ട് പോകും. അപ്പം മമ്മി ഇപ്പോൾ ഒരുങ്ങുക. അപ്പം നമുക്ക് പാർക്കിൽ പോകാം. പാർക്കിൽ കളിക്കാനായിട്ട് ചെന്നപ്പോൾ ഒരു മലയാളിയെ കണ്ട്. പാർക്കിൽ കൊണ്ട് വിട്ടതേ എനിക്കറിയാവുള്ളൂ. രണ്ടും എങ്ങോട്ട് പോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവരെ നോക്കി 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 ഞാൻ അകത്തെല്ലാം ഇങ്ങനെ കറങ്ങി അടിക്കുക. എവിടാന്ന് കണ്ടില്ല. അതുകൊണ്ടിരിക്കുന്നവള്. ഇപ്പം സമയം 8 മണി 8:15 ആയി. ഈ സമയത്ത് നിറച്ച ആൾക്കാരാണ്. എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്നിരിക്കും. നല്ല കാറ്റാണ് ഇവിടെ. വെളിയിലുള്ള കാഴ്ചയൊക്കെ കാണിയൊക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ നല്ല രസമാണ്. എല്ലാവരും സ്റ്റെപ്പിൽ കൂടെ കയറിയാണ് താഴോട്ട് നിരങ്ങി കളിക്കുന്നത്. എൻ്റെ മോള് മാത്രം തിരിച്ചാണ്. അവൾ ആദ്യം നിരങ്ങുന്നതിനകത്തോട്ട് നടന്ന് കയറിയിട്ട് തിരക്കി വരും. കണ്ടോ തിരങ്ങി വരുന്നത്? എപ്പോഴും ഉള്ള ഇങ്ങനെയാണ്. അവൾ സ്റ്റെപ്പിൽ കൂടെ കയറി നിരങ്ങത്തേ ഇല്ല. അവൾക്കിങ്ങനെ ഉൾട്ടയായിട്ട് കയറിപ്പോയിട്ട് വരുന്ന ഇഷ്ടം.
എന്താടാ നീ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങിയിരിക്കുന്നേ? അവൻ്റെ കൂടെ കളിക്കാൻ വന്ന ഒരു പയ്യൻ കുറച്ച് നേരം കളിച്ചിട്ട് അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയി. ആ ബാറ്റും ബോളും എല്ലാം എടുത്ത് തയ്യാറായിട്ടാണ് ഗ്രൗണ്ടിലോട്ട് വന്നത്. പക്ഷെ 5 മിനിറ്റേ ആ പയ്യൻ കളിച്ചോളൂ. അപ്പോഴത്തേക്ക് അവൻ്റെ അമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോയി. ഇനി തിരിച്ച് ക്വാർട്ടറിലോട്ട് പോകാൻ വേണ്ടി ഞാൻ ഇറങ്ങിയതാ. സമയം ഒരുപാടായി, 9 മണിയായി. നാളെ സ്കൂളുള്ളതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോകണം. പിന്നെ ഞങ്ങളുടെ ക്വാർട്ടറിൻ്റെ വാതിലിൽ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പട്ടികൾ വന്ന് കിടക്കും. എനിക്ക് പട്ടിയെ ഭയങ്കര പേടിയാണ്. അതിന് മുന്നേ അങ്ങ് പോകണം. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമന്റ് മറക്കരുത്.